ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ശുഹദാക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇന്ത്യ രാജ്യം കണ്ട ശുഹദാക്കളിൽ ഒരു അത്ഭുത മനുഷ്യനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു. കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹുവിന് തങ്ങൾ ചാലിയത്ത് ജനിച്ചു, വെളിയങ്കോട്ട് താമസാക്കി. ബഹുമാനപ്പെട്ടവർ ചെറുപ്പത്തിലേ മഹാനവറുകൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി. നല്ലൊരു ദീനിയായ കുടുംബമായിരുന്നു ആ കുടുംബം. മക്കളില്ലാതെ വിഷമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹ് സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. കുഞ്ഞിമരക്കാർ ഷഹീദങ്ങൾ എന്ന് കുഞ്ഞിമോനുണ്ടായി. കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിനെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അറിയേണ്ടതാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങളെ നമ്മൾ അറിയണം, പഠിക്കണം. കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഉമ്മ പറഞ്ഞു, മോനെ മോനൊന്ന് മീൻ വിൽക്കാൻ പോയിട്ട് നമുക്ക് ജീവിതം കഴിഞ്ഞു പോകണമല്ലോ, മോനെ മീൻ വിൽക്കാൻ പോയിട്ട് എന്താക്കി മീൻ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞ് ഉമ്മ മീൻ വിൽക്കാൻ പറഞ്ഞേച്ച് മോനുമ്മൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചു. അങ്ങനെ പോയത്. പൊന്നാനി ജുമഅത്ത് പള്ളിയുടെ മുമ്പിലൂടെ മത്സ്യക്കൊട്ടവും ചുമന്നുകൊണ്ട് പോകുമ്പോൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കാണുകയാണ്. ബഹുമാനപ്പെട്ടവരതാ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ഈ ശിരസ് പരിശുദ്ധമാണ് മോനെ, ഇത് മീൻ വിറ്റുകൊണ്ട് ജീവിക്കേണ്ട ആളല്ല മോനെ, മോനെ ഇങ്ങോട്ട് വരണം, ഇൽമു പഠിക്കണം മോനെ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവരുകളാ കുഞ്ഞിമരക്കാർ ഷഹീദിനാകുന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഉമ്മനോട് പറയാണ്, ഉമ്മ ഈ മോന് ചില്ലറക്കാരനല്ല, ഈ മോനിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ എനിക്ക് തരണേ, പൊന്നാനി പള്ളിയിൽ പഠിച്ചു കൊള്ളട്ടെ. കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങനെ ദർസ് ചേർന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദങ്ങളുടെ പ്രത്യേകത ഒരേ സമയത്ത് വലിയാണ്, ആരിഫാണ്, ആബിദാണ്, അതോടൊപ്പം തന്നെ വലിയ ആബിദാണ്, നല്ല പാണ്ഡിത്യമുള്ള ആളാണെന്ന് മാത്രമല്ല ശുഹദാക്കളുടെ സ്ഥാനവും അലങ്കരിച്ചു പോയി. കുഞ്ഞിമരക്കാർ ഷഹീദ് തങ്ങളുടെ ഷെയ്ഖാരാണ്, മഖ്ദൂം തങ്ങളാണ് റളിയല്ലാഹു അൻഹു തങ്ങൾ. മഖ്ദൂം തങ്ങളുടെ ശിക്ഷണത്തിൽ ജീവിക്കുകയാണ്, വിജ്ഞാനം പഠിച്ചു. അല്ലാ കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി നമ്മൾ അറിയണം, പഠിക്കണം, വായിക്കണം. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരുടെ അക്രമത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് രണഭൂമിയിലിറങ്ങിക്കൊണ്ട് ഒറ്റയാൾ പട്ടാളമായി ഷഹീദായ മാനാൻ ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് തങ്ങള്. കുഞ്ഞിമരക്കാർ ഷഹീദിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിലുടനീളം കുഞ്ഞിമരക്കാർ ഷഹീദിനെ മക്ബറ കാണാൻ കഴിയും. ആള് ഒരാളാണെങ്കിലും മക്ബറകൾ ഒരുപാട് സ്ഥലത്ത്. തൻ്റെ ശരീരത്തിനെ പോർച്ചുഗീസുകാർ 7 കഷ്ണമാക്കി, അല്ലെങ്കിൽ 9 കഷ്ണമാക്കി, അല്ലെങ്കിൽ 13 കഷ്ണമാക്കി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആ പരിശുദ്ധമായ ശരീരം അറബിക്കടലിൽ ഓരോ സ്ഥലത്തേക്ക് നിക്ഷേപിച്ചു. ഓരോ സ്ഥലത്തും അതിൽ കോഴിക്കോട്, ബേപ്പൂര്, അങ്ങനെ തുടങ്ങി എറണാകുളം, വൈപ്പിൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം കാണാം. ബഹുമാനപ്പെട്ട തലയുടെ ഭാഗമുള്ളത് നമ്മുടെ കോഴിക്കോട് മാങ്കാവിനടുത്ത് തിരുവണ്ണൂർ കോട്ടുപള്ളി മഖാം, അവിടെയാണ് തലയുടെ ഭാഗമുള്ളത്. കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അറിയേണ്ട നേതാവാണ്, പഠിക്കേണ്ട മഹാനാണ്, ശുഹദാക്കളിൽപ്പെട്ട മഹാനാണ്. ഞാൻ കുഞ്ഞിമരക്കാർ ഷഹീദ് തങ്ങളുടെ ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട്
വെളിയങ്കോട് ബഹുമാനപ്പെട്ടവരുടെ മക്ബറുടെ ഉണ്ട്. അവിടുത്തെ പ്രത്യേകത, പോർച്ചുഗീസുകാർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് രണഭൂമിയിലിറങ്ങിയ അത്ഭുത മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഹസ്രത്ത് കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ. തൻ്റെ വിവാഹം പുതിയാപ്പിളയായി കല്യാണപ്പന്തലിരിക്കുന്ന സമയത്താണ് സുബ്ഹാനല്ലാഹ് ഷഹീദാവാൻ വേണ്ടി പോണത്. അവിടുത്തെ ഈമാനിക പവറാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് ഒരുപാട് വിദേശികൾ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ അക്രമങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോർച്ചുഗീസുകാർ കപ്പലിൽ വെച്ചുകൊണ്ട് പീഡിപ്പിക്കുകയാണ്. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുഞ്ഞിമരക്കാർ പോയി ഷഹീദായി കുട്ടിയെ രക്ഷപ്പെടുത്തി. ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു റാഹത്തിലാക്കട്ടെ. എന്നാൽ കുഞ്ഞാലിമരക്കാർ വേറെയാണ്. കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ, കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ, കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. ഇവരും സാമൂതിരി രാജാക്കന്മാരുടെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഈ മരക്കാർ കുടുംബങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ആത്മീയമായിരിക്കുന്ന പവറുള്ളവരാണ്, ആത്മീയമായി ഉയർന്നവരാണ്. എപ്പോൾ നോക്കിയാലും ദിക്റാണ് അവരുടെ പവർ. കുഞ്ഞാലിമരക്കാർ വേറെ, കുഞ്ഞിമരക്കാർ ഷഹീദ് വേറെ. കുഞ്ഞിമരക്കാർ ഷഹീദ് വേറെ. കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ്റെ അവസാനത്തെ രംഗം നമുക്കറിയാം. നമ്മൾ വടകരയിലേക്ക് പോകുമ്പോൾ ഇരിങ്ങൽ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുഞ്ഞാലിമരക്കാർ നാലാമൻ്റെ താമസിച്ചിരുന്ന ആ കോട്ടയുടെ കാര്യമൊക്കെ ഇപ്പം ചെറിയ രൂപത്തിലായി. അവിടെ മ്യൂസിയമൊക്കെ ഉണ്ട്. പണ്ട് പോർച്ചുഗീസുകാർ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടകളൊക്കെ അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ കുഞ്ഞാലിമരക്കാർ മൂന്നാമനെ ഗോവയിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവസാനം അവിടുന്ന് തൂക്കിലേറ്റാൻ വിധിച്ചു. എന്താ കാരണം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി എന്ന കാരണം കൊണ്ടാണ്. അതിവിടെ കഴിഞ്ഞു പോയ എല്ലാവരും ഇങ്ങനെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലം വന്നപ്പോഴും ഇന്ത്യക്ക് വേണ്ടി പോരാടിയ മഹാരഥന്മാരായ നേതാക്കന്മാരിൽപ്പെട്ടവരാണ് കുഞ്ഞിമരക്കാർ ഷഹീദും, കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ, കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ, കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. ഇവരൊക്കെയും ആലി മുസ്ലിയാരും അവരൊക്കെ നമുക്ക് മായാത്ത ഓർമ്മകളാണ്. അവരൊക്കെ ഈ രാജ്യത്തേക്ക് വന്ന ശത്രുക്കൾക്കെതിരെ പോരാടിയവരാണ്. മാഷാ അല്ലാഹ്. കുഞ്ഞാലിമരക്കാർ മൂന്നാമനെ ഗോവയിൽ കൊണ്ടുപോയി തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ കുഞ്ഞാലിമരക്കാരോട് ചോദിച്ചു നിങ്ങളുടെ ഈമാൻ, വിശ്വാസം, നിങ്ങളുടെ ഇസ്ലാമെന്ന് മാറാൻ തയ്യാറുണ്ടോ? കുഞ്ഞാലിമരക്കാർ ധീരനാണ്, ഒരാളുടെ മുമ്പിലും തലതാത്തി കൊടുക്കാത്ത ആളാണ്. കുഞ്ഞാലിമരക്കാർ പറഞ്ഞു, എൻ്റെ വിശ്വാസം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഒരു നിലക്കും ഞാൻ മാറൂല. അവസാനം വലിയ ആഘോഷങ്ങളോടുകൂടെ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ കൊണ്ടുപോകുകയാണ്. നല്ല ആബിദായ മനുഷ്യനാണ് കുഞ്ഞാലിമരക്കാർ. മരക്കാർ കുടുംബങ്ങളെല്ലാം അങ്ങനെയാണ്. തൂക്കിലേറ്റി തൻ്റെ തലയുടെ ഭാഗം എടുത്ത് കണ്ണൂർ കടപ്പുറത്ത് കൊണ്ടുവന്നു. അവർ അടിയിലൊരു ബോർഡ് കൊടുത്തു, ബ്രിട്ടീഷുകാരോട് കളിച്ചാൽ അവരുടെ അന്ത്യം ഇങ്ങനെയായിരിക്കും. ശുഹദാക്കളാണ്, ഒരുപാട് ശുഹദാക്കൾ. അർഹമുറാഹിമായ റബ്ബ് അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ.